ഫ്ലോറിഡയിലെ പാംബയിൽ നടന്ന വെടിവെപ്പിൽ ഓർലൻഡോ രൂപതയിലെ വൈദികനും സഹോദരിയും കൊല്ലപ്പെട്ടു. ഫാദർ റോബർട്ട് ഹോഫ്നർ എന്ന റിട്ടയർഡ് വൈദികനും അദ്ദേഹത്തിൻ്റെ സഹോദരി സാലിയുമാണ് കൊല്ലപ്പെട്ടത്. ഇവരെ കൂടാതെ അക്രമിയുടെ മുത്തച്ഛനും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരാളും കൊല്ലപ്പെടുകയും 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ബ്രാൻഡൻ കപ്പാസ് എന്ന 24-കാരനാണ് ഫാദർ ഹോഫ്നറിനെയും സഹോദരിയെയും വെടിവെച്ചത്. പിന്നീട് തൻ്റെ വീട്ടിൽ വെച്ച് അയാൾ സ്വന്തം മുത്തച്ഛനെയും മറ്റൊരു വ്യക്തിയെയും കൊലപ്പെടുത്തിയിരുന്നു. പോലീസിന് നേരെയും വെടിയുതിർത്ത അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. സംഭവത്തിൽ സാരമായി പരിക്കേറ്റ 2 പോലീസ് ഉദ്യോഗസ്ഥർ അപകടനില തരണം ചെയ്തതായി പോലീസ് ചീഫ് മരിയാനോ ഒഗേലോ അറിയിച്ചു. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരിക്കലും ഹൃദയത്തിൻ്റെ ജ്ഞാനത്തെ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഫ്രാൻസിസ് പാപ്പ. സാങ്കേതിക വിദ്യയിൽ സമ്പന്നരും മനുഷ്യത്വത്തിൽ ദരിദ്രരുമാകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രതിഫലനങ്ങൾ മനുഷ്യഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഈ വർഷത്തെ ലോക സമൂഹ മാധ്യമ ദിന സന്ദേശത്തിൽ പ്രസിദ്ധീകരിച്ച സന്ദേശത്തിലാണ് പാപ്പ AI-യുടെ കാലത്ത് മാനുഷിക ഇടപെടൽ എങ്ങനെയായിരിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചത്. മരണാസന്നരായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ശുശ്രൂഷിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ഫെബ്രുവരി മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. രോഗശമനത്തിനുള്ള സാധ്യത കുറവാണെന്നിരിക്കലും മരണാസന്നരായ ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന ശ്രദ്ധയും പരിചരണവും നൽകുന്ന കാര്യത്തിൽ കുറവുകളൊന്നും സംഭവിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലും പാപ്പ തൻ്റെ പ്രാർത്ഥനാ നിയോഗത്തിലൂടെ നൽകുന്നു. ആഫ്രിക്കൻ രാജ്യമായ സാവോ തോമെ പ്രിൻസിപ്പെയും വത്തിക്കാനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഉടമ്പടികൾ അംഗീകരിച്ചുകൊണ്ട് ഇരു രാഷ്ട്രങ്ങളും കരാറിൽ ഒപ്പുവെച്ചു. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇരു രാഷ്ട്രങ്ങളിലെയും പ്രതിനിധികൾ സംബന്ധിച്ചു. വത്തിക്കാൻ പ്രതിനിധിയായി സംസ്ഥാനങ്ങളുമായും അന്തർദേശീയ സംഘടനകളുമായും ബന്ധപ്പെട്ട സെക്രട്ടറി മോൺസിഞ്ഞോർ പോൾ റിച്ചാർഡ് ഗലഗറും സാവോ തോമെ പ്രിൻസിപ്പെ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി മിസ്റ്റർ ഗാരത്തും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇറ്റാലിയൻ, പോർച്ചുഗീസ് ഭാഷകളിൽ രൂപപ്പെടുത്തിയതും 28 കരാറുകൾ ഉൾക്കൊള്ളുന്നതുമായ ഉടമ്പടി കത്തോലിക്ക സഭയുടെയും സഭാസ്ഥാപനങ്ങളുടെയും നിയമപരമായ അംഗീകാരം സ്ഥാപിക്കുകയും സഭയും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിയമപരമായ ചട്ടക്കൂട് നിർവചിക്കുകയും ചെയ്യുന്നു. 2025 ആചരിക്കുന്ന ജൂബിലി വർഷത്തിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള സമർപ്പിതരുടെ പ്രതിനിധി സമ്മേളനം ഫെബ്രുവരി 1 മുതൽ 4 വരെ റോമിൽ നടക്കും. സമർപ്പിത സമൂഹങ്ങൾക്കും അപ്പസ്തോലിക സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നടക്കുന്നത്. 60-ലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള 300-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ ഭാഗമാകും. വത്തിക്കാൻ കൊരിയയിലെ മറ്റു പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. പ്രത്യാശയുടെ തീർത്ഥാടകർ സമാധാനത്തിന്റെ വഴിയിൽ എന്നതാണ് സമർപ്പിത സഹോദരങ്ങൾക്കായുള്ള ജൂബിലിയുടെ പ്രമേയം. 2025 ഒക്ടോബർ 8, 9 തീയതികളിൽ ജൂബിലി സമ്മേളനം റോമിൽ നടക്കും. ജൂബിലിക്ക് ഒരുക്കമായി 2024 പ്രാർത്ഥനാ വർഷമായി ആചരിക്കാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.